മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം ഈശോ നിങ്ങളുടെ അധ്വാനങ്ങളിലും നിങ്ങളുടെ പഠനങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളില് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ നിറവ് അവർക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. അവരുടെ പരീക്ഷകളുടെ നിമിഷങ്ങളില് പരിശുദ്ധാത്മാവ് വേണ്ടത്ര വിവേകവും ജ്ഞാനവും കൃപയും അവർക്ക് നൽകട്ടെ. ഉന്നതമായ വിജയം പരിശുദ്ധാത്മാവ് നൽകി വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കട്ടെ എന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 32 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്, കാലത്തിനും സമയത്തിനും അതീതനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഏത് നിമിഷം വേണമെങ്കിലും കടന്നു വരാം. അതിനാൽ നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പല വിധത്തിലുള്ള നിയോഗങ്ങള് ദൈവത്തിനുമുമ്പിൽ നമ്മൾ ഓരോരുത്തരും കൊടുക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ ദൈവാനുഗ്രഹം എപ്പോൾ നമുക്ക് ലഭിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കൊടുക്കുന്ന നിയോഗങ്ങള് എപ്പോൾ ഈശോ നമുക്ക് സാധിച്ചു തരുമ്പോൾ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിന് ദൈവം അത് തരും. നമ്മൾ കരുതേണ്ട കാര്യം, ഞാൻ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ എന്റെ ദൈവം എനിക്ക് തരുമെന്നുള്ള വിശ്വാസമാണ്. ഞാൻ എന്താണോ ദൈവത്തിന് കൊടുത്തിരിക്കുന്നത് അത് ദൈവം എനിക്ക് സാധിച്ചു തരുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം. ആ വിശ്വാസത്തോടെ നമ്മൾ ഓരോരുത്തരും കാത്തിരുന്നാൽ ഏത് നിമിഷം വേണമെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും. അതിനുവേണ്ടി ഒരു ജാഗരൂകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെയും വിശുദ്ധമാണ്. കാരണം ദൈവം പരിശുദ്ധനാണ്. ദൈവം തരുന്ന പരിശുദ്ധമായ അനുഗ്രഹങ്ങള് പരിശുദ്ധമായ ഇടത്തേക്ക് നൽകപ്പെടുകയുള്ളൂ. നമുക്കറിയാം, ഏറ്റവും നല്ലതിനെ കൊണ്ടുപോയി നമ്മൾ ചെളിക്കുണ്ടിലോ ചാണകക്കുണ്ടിലോ ഒന്നും കൊണ്ട് ഇടയല. അത് ഏറ്റവും നല്ല സ്ഥലത്തെ ഏറ്റവും നല്ലതിനെ നമ്മൾ വാങ്ങുകയുള്ളൂ. എന്നതുപോലെ ദൈവം തരുന്ന ഏറ്റവും നല്ലതായ അനുഗ്രഹങ്ങള് ഏറ്റവും നല്ലതായ ഇടങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളായിരിക്കണം. ഏറ്റവും നല്ല ഇടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളായിരിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഒരു ജീവിതം ഒരുക്കം നമുക്കുണ്ടാവണം. നമ്മള് സദാസമയവും വിശുദ്ധിയിലായിരിക്കുമ്പോൾ കാലങ്ങൾക്കും ദേശത്തിനും അതീതനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഏത് നിമിഷവും വർഷിക്കപ്പെടും. അത് സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തോടെ നമ്മൾ ഓരോരുത്തരിയിരിക്കണം. കാത്തിരിപ്പോടെ നമ്മൾ ഓരോരുത്തരിയിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അതേത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകും. ആ അനുഗ്രഹം സ്വീകരിക്കുന്നതിന് വേണ്ടി എനിക്കൊരു കാത്തിരിപ്പും ഒരു ജാഗരൂകതയും വിശുദ്ധിയുടെ ഒരുക്കവും ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടെ ഈശോയുടെ തിരുമുമ്പിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും കൊടുക്കാം. പരീക്ഷ എഴുതുന്ന മക്കളെ ഈശോയുടെ മുമ്പിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അവരുടെ പരീക്ഷാ നിമിഷങ്ങളിലെ ഈ ദിവ്യകാരുണ്യ ഈശോ ഇപ്പോൾ ആശീർവദിക്കട്ടെ. കരങ്ങൾ യാചനയോടെ പിടിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരുക്കവും കാത്തിരിപ്പും ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. വിശുദ്ധി ഇവരിൽ നിറയ്ക്കണമേ, കൃപ ഇവരിൽ നിറയ്ക്കണമേ, അഭിഷേകം ഇവരിൽ നിറയ്ക്കണമേ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള ഉപദ്രവങ്ങളും ഇപ്പോൾ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു.
എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അങ്ങ് തുറണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ജ്വലിപ്പിക്കണമേ, തടസ്സങ്ങളെല്ലാം മാറ്റിക്കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.